everyone, welcome to Bosco Campus Vision. This is Amrita TS, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. In this session, I am going to teach you the theories of Mikhail Porter. Mikhail Porter is an economist, researcher, author, advisor, speaker, and teacher. Throughout his career at Harvard Business School, he has brought economic theory and strategy concepts to bear on many of the most challenging problems facing corporations, economies, and societies, including market competition and company strategy, economic development, the environment, and healthcare. In this session, I am going to give you a brief idea about the 5-force model given by Porter. In this 5-force model, Porter explains the 5 factors which shape competition in an industry. ഒരു ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 5 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പോർട്ടർ ഈ 5-ഫോഴ്സ് മോഡലിൽ പറഞ്ഞിരിക്കുന്നത്. The first one is the threat of new competitors, that is the threat of new entry. Second one is bargaining power of buyers. And third one is threat of substitute products. And fourth one is bargaining power of suppliers. And fifth one is rivalry among existing firms or industry rivalry. It is every strategist's job to evaluate companies' competitive position in the industry and to identify what strengths or weakness can be exploited to strengthen that position. The tool is very useful in formulating firm strategy as it reveals how powerful each of the 5 key forces in a particular industry. സ്ട്രാറ്റജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണ് ഒരു ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിക്ക് പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ ഭീഷണികളുണ്ട്, എന്തൊക്കെ ഭീഷണികൾ വരാം, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അപകടകരമായിട്ട് വരാം, എന്തൊക്കെ ശക്തികൾ, എന്തൊക്കെ സ്ട്രെങ്ത് ആണ് ആ ഇൻഡസ്ട്രിക്ക് ഉള്ളത് എന്നൊക്കെ അനലൈസ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് എത്രത്തോളം ഉള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പോർട്ടറിൻ്റെ 5-ഫോഴ്സ് മോഡൽ വളരെ ഉപയോഗപ്രദമാണ്. അതായത് ഈ 5-ഫോഴ്സ് മോഡൽ വെച്ച് നമുക്ക് പല ആംഗിളിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനും അതനുസരിച്ച് അത് ഓവർകം ഇപ്പോൾ വീക്ക്നെസ് ആണെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട്, സ്ട്രെങ്ത് ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ മോഡൽ, അതായത് ഈ 5-ഫോഴ്സ് മോഡൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. The first factor in this 5-force model is threat of new entrants. This force determines how easy or not it is to enter a particular industry. If an industry is profitable and there are few barriers to enter, rivalry soon intensifies. When more organizations compete for the same market share, profit starts to fall. It is essential for existing organizations to create high barriers to enter to deter new entrants. ഇപ്പോൾ പോർട്ടേഴ്സ് 5-ഫോഴ്സ് മോഡലിൽ ഏറ്റവും ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്, അതായത് പുതിയ ഓർഗനൈസേഷൻസിൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ബിസിനസ്സസിൻ്റെ കടന്നുവരവ്. അപ്പോൾ ഉറപ്പായിട്ടും അത് നമ്മളെ ബാധിക്കും അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ നല്ല രീതിയിലൊരു കട നടത്തുവാണ്, നമുക്ക് അത്യാവശ്യം നല്ല സെയിൽസും നല്ല പ്രോഫിറ്റും ഒക്കെ ഉണ്ട്, എല്ലാവരും നമ്മുടെ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് നമ്മുടെ അതേ പ്രോഡക്റ്റ്സുമായിട്ട് നമ്മുടെ കടയുടെ തൊട്ടടുത്തായിട്ടൊരു കട വരുന്നത്. അത് കുറേ കൂടി അട്രാക്റ്റീവായിട്ടുള്ളൊരു ഷോപ്പാണ്, ആളുകൾക്ക് കുറേ കൂടി വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്, പ്രോഡക്റ്റ്സ് കുറേ കൂടി അട്രാക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. എങ്ങനെ കുറയും? നമ്മുടെ സെയിൽസ് കുറയും, ആളുകൾ കുറേ പേര് അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മുടെ സെയിൽസ് കുറയും, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. അപ്പോൾ അത് തന്നെയാണ് ഈ പോർട്ടറുടെ 5-ഫോഴ്സ് മോഡലിൽ പറയുന്ന ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അവരുടെ പ്രോഫിറ്റ്സ് സേവ് ചെയ്യാൻ വേണ്ടത്, അതായത് പുതിയ എൻട്രൻസ്, പുതിയ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈ ബാരിയേഴ്സ് അവർ സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പുതിയ
ആളുകൾക്ക് ഈസി ആയിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നിരന്തരം, അതായത് ഓരോ ദിവസവും പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വന്നുകൊണ്ടിരിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? നിലനിൽപ്പില്ല. അവരുടെ പ്രോഫിറ്റ്സ് കുറഞ്ഞു വരും, അവരുടെ സെയിൽസ് കുറഞ്ഞു വരും, ആളുകൾ പുതിയ പുതിയ ഓർഗനൈസേഷൻസിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇവർ നശിച്ചു, ഇവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് കടന്നു വരാനായിട്ട്, അതായത് പുതിയ ഓർഗനൈസേഷൻസ് കടന്നു വരുന്നതിന് ഹൈ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കടന്നു വരരുത്. എന്ത് ചെയ്യണം? ഹൈ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ എൻട്രീനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യണം. ഒരുപാട് ഓർഗനൈസേഷൻസ് സെയിം മാർക്കറ്റ് ഷെയറിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷന് ഹൈ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവുമോ? ഇല്ല. പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യും? കുറയും, തീർച്ചയായും കുറയും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പുതിയ എൻട്രീസിനെ നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. സ്ട്രോങ് ബാർഗെയിനിങ് പവർ അലോസ് സപ്ലയേഴ്സ് ടു സെൽ higher priced or low quality raw materials to their buyers. This directly affects the buying firm's profit because it has to pay more for materials. പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡലിൽ പറയുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ആണ്. ഇപ്പോൾ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ക്വാളിറ്റി ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടി നല്ല സപ്ലയേഴ്സിനെ കണ്ടെത്തി അവരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം, ഇല്ലേ? അപ്പോൾ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ റോ മെറ്റീരിയൽസ് എന്താണ് കുറച്ചേ അവൈലബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതൊരു സ്കാഴ്സ് റോ മെറ്റീരിയൽ ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ അല്ല ഈ റോ മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഡിമാൻഡ് കൂടുതലുള്ള റോ മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ സപ്ലയേഴ്സിന് എന്തിനുള്ളൊരു ചോയ്സ് ഉണ്ട്? നമ്മളുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു ചോയ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പ്രൈസിന് തന്നെ അവർ തരണമെന്നില്ല. ഈ സാധനം കുറച്ചേ ഉള്ളൂ, ഇയാളുടെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സപ്ലയർക്ക് എന്തിനുള്ളൊരു ചോയ്സ് ഉണ്ട്? കുറച്ചും കൂടി പ്രൈസ് കൂട്ടിത്തരാനോ ഇല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് തരാനോ. ഇപ്പോൾ ക്വാളിറ്റി കുറച്ച് തന്നാലും നമുക്ക് വേറെടുത്ത് പോയി മേടിക്കാനുള്ളൊരു ചോയ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അയാൾ തരുന്നത് വാങ്ങിച്ചുകൊണ്ട് വരാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ആണ്. അതായത് റോ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്ലയേഴ്സ് പറയുന്ന ഹൈ പ്രൈസിലോ അല്ലെങ്കിൽ അവർ തരുന്ന ലോ ക്വാളിറ്റിയിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബൈയിങ് ഫേം ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ പ്രോഫിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ പ്രൈസിൽ നമ്മൾ എന്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും? റോ മെറ്റീരിയൽ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തേർഡ് ഫാക്ടർ ഇസ് ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്. Buyers have the power to demand low price or higher product quality from industry producers. When their bargaining power is strong, lower price means lower revenue for the producers, while higher quality products usually raise production costs. Both scenarios result in lower profits for producers. 5 ഫോഴ്സ് മോഡലിൽ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലേ? കസ്റ്റമേഴ്സിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഓർഗനൈസേഷൻ്റെയും കടമ. അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ബയേഴ്സ് എന്ന് പറയുന്ന അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒഴിവാക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല, അല്ലേ? ബയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ബയേഴ്സിന് എന്തിനുള്ള പവറുണ്ട്? ഒരു പ്രോഡക്റ്റ് ലോ പ്രൈസിൽ ഡിമാൻഡ് ചെയ്യാനുള്ള പവറുണ്ട്. അതുപോലെ ഈ പ്രോഡക്റ്റ് ഹയർ ക്വാളിറ്റിയിലും ഡിമാൻഡ് ചെയ്യാനുള്ള പവറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സിന് ക്വാളിറ്റി ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ ആശ്രയിക്കും, അല്ലേ? നമ്മുടെ സെയിം ബിസിനസ് മറ്റു കോമ്പറ്റീറ്റേഴ്സിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് കൂടുതലാണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും?
മറ്റുള്ളവരെ ആശ്രയിക്കും, മറ്റ് ഓർഗനൈസേഷനിലേക്കും മറ്റ് പ്രോഡക്ട്സിലേക്കും അവർ പോവും. അപ്പം ബയേഴ്സിനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, അവരുടെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ലോ പ്രൈസസിൽ പ്രോഡക്ട്സ് ഡിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഹയർ പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഹയർ ക്വാളിറ്റി പ്രോഡക്ട്സ് അവരെന്ത് ചെയ്യും, ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് എന്താണ്, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണല്ലേ. ഇപ്പോൾ ലോവർ പ്രൈസിൽ നമുക്കൊരു പ്രോഡക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കുറയും, പ്രോഫിറ്റ് കുറയും, നമ്മുടെ റവന്യൂ കുറയും അല്ലേ. ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ലോവർ പ്രൈസിൽ നമ്മൾ ഉണ്ടാക്കിയതിനേക്കാൾ അല്ലെങ്കിൽ നമുക്കായ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ, നമ്മുടെ റവന്യൂ കുറയും അല്ലേ. അതുപോലെ ഈ ബയേഴ്സ് ചോദിക്കുന്ന പോലെ ഹയർ ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കേണ്ടി വരുവാണെങ്കിലും നമുക്ക് എന്താകും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് കൂടുതൽ കോസ്റ്റ് ആവും അല്ലേ, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും നമ്മുടെ പ്രോഫിറ്റ്സ് എന്താകും, കുറയും, ലോവർ പ്രോഫിറ്റ്സ് ആകും. അപ്പോൾ അതാണ് നമുക്ക് മൂന്നാമതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, ഒരു ബാരിയർ, ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അതാണ് ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്. നെക്സ്റ്റ് ഇസ് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. This force is especially threatening when buyers can easily find substitute products with attractive prices or better quality, and when buyers can switch from one product or service to another with little cost. For example, to switch from coffee to tea doesn't cost anything, unlike switching from car to bicycle. ഇപ്പോൾ പോർട്ടർ 5 ഫോഴ്സ് മോഡലിൽ നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇത് നമുക്ക് ത്രെട്ടണിങ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സിന് ഈസി ആയിട്ട് മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ്. അതായത് ഒരു കോഫിയുടെ വില കൂടുമ്പോഴത്തേക്കും അതിന് പകരം നമ്മൾ ടീ ഉപയോഗിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. അങ്ങനെ അഡീഷണൽ കോസ്റ്റ് ആകാതെ ഈസി ആയിട്ട് ബയേഴ്സിന് കുറേ അട്രാക്റ്റീവ് പ്രൈസിൽ ബെറ്റർ ക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സിനെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോഡക്ട്സ് ബയേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർ നമ്മുടെ പ്രോഡക്ട്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം, നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കുറയും, നമ്മുടെ സെയിൽസ് കുറയും അല്ലേ. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ അനാലിസിസ് നടത്തുമ്പോഴത്തേക്കും, നമ്മുടെ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷൻ അനാലിസിസ് നടത്തുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റിയിൽ ലോ പ്രൈസിൽ അവൈലബിൾ ആണോ, ബയേഴ്സിന് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇസ് റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. This force is the major determinant on how competitive and profitable an industry is. In competitive industry, firms have to compete aggressively for a market share, which results in low profits. ഇപ്പോൾ ഈ 5 ഫോഴ്സ് മോഡലിലെ അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ, നമ്മുടെ സെയിം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻസ് ഇപ്പം നമ്മുടെ പ്രോഡക്ട്സിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കുന്നോ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഫാക്ടറിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ പ്രോഡക്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കുന്നോ അതെല്ലാം എന്തിൽ വരും, ഈ റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സിനകത്ത് വരും. അപ്പോൾ ഒരു നല്ല ഓർഗനൈസേഷൻ, ഇപ്പോൾ നല്ല കോമ്പറ്റീറ്റീവ് അനാലിസിസ് നടത്തുന്ന ഓർഗനൈസേഷൻ എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് നിന്നും എന്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി കണക്കാക്കി വേണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. Okay students, this is all for this session. Thank you for watching.